സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. യോഗദർശനത്തിൽ ചിത്തം അഥവാ മനസ്സ് ഒരു ജഡവസ്തുവാണ്. ഇതിൽ തെളിയുന്ന ചിത്രങ്ങളെല്ലാം സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നാം കാണുന്നവ, കേൾക്കുന്നവ, നമ്മുടെ വികാരങ്ങളുമായി കൂടിക്കലർന്നുണ്ടാകുന്ന ചിത്രങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം മനസ്സിൽ പ്രതിഫലിച്ചു കാണുന്നു. സ്ഥിരമായ പരിശ്രമത്തിലൂടെ നമുക്ക് ഇതിനെ തടയാനാകും. അപ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ചിത്തവൃത്തി നിരോധം. ഇത് തന്നെയാണ് സമാധി എന്ന അവസ്ഥയും. മോക്ഷത്തിലേക്കുള്ള ആദ്യപടിയാണിത്. കൃഷ്ണഭക്തി ഗാനങ്ങൾ പലതും ചിട്ടപ്പെടുത്തുന്നത് മധുരമായി ഒഴുകി വരുന്ന തരത്തിലാണ്. അതിന് മൃദുതാളമാകും ഉണ്ടാകുക. ഓടക്കുഴൽ നാദത്തിന്റെ ലാളിത്യവും അതിനുണ്ടാകും. ഇനി കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ദീപത്തട്ടെന്റെ ഉള്ളിൽ തൊഴുകയുമായെരിഞ്ഞു കൂപ്പും നിറതേങ്ങ നീരാജനം മിഴികളിലൊഴിയും ചിന്മുദ്രാവ്രത വൃശ്ചികം മണ്ഡലം സ്വാമി അയ്യനേ. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. മുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു. കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവ പടയണികൾ കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനട കാക്കുന്നു, തിരുനട കാക്കുന്നു. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനട കണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളൊളി കണി കണ്ടു. പൊന്നമ്പലമണി പീഠം തെളിയും തിരുനട കണി കണ്ടു, ചിന്മുദ്രാങ്കിത യോഗ സമാധി പൊരുളൊളി കണി കണ്ടു. അർക്കതാരക ചക്രം ചുറ്റും തിരുവടി കണി കണ്ടു, പ്രപഞ്ചമൂലം മണികണ്ഠൻ തിരുനാമം കണി കണ്ടു, തിരുനാമം കണി കണ്ടു. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ, പൂങ്കാവനമുണ്ടേ, തങ്ക പൂങ്കാവനമുണ്ടേ. ഇന്ന് വൈശാഖ മാസത്തിലെ ഷഷ്ടിയാണ്.
ഷഷ്ഠി തിഥി പൊതുവെ സുബ്രഹ്മണ്യ ആരാധനയുടെ ദിനമാണ്. ഇന്നത്തെ കഥയമ്മ വൈശാഖ മാസ ഷഷ്ഠിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംവദിക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വൈശാഖ മാസത്തിലെ ഷഷ്ഠി ദിവസമാണ്. വൈശാഖ മാസം തന്നെ വളരെയധികം പുണ്യമാസമായിട്ടാണ് സനാതനധർമ്മത്തിൽ നമ്മൾ കണക്കാക്കുന്നത്. ഷഷ്ഠിയും ഏറെ പുണ്യമായിട്ടുള്ളൊരു തിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് രണ്ടും കൂടെ സമ്മേളിച്ചു വരുന്ന ഇന്നേ ദിവസം അതുകൊണ്ട് തന്നെ അത്രയധികം പവിത്രമായിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കഥയമ്മയിൽ ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈശാഖ ഷഷ്ഠിയുടെ മാഹാത്മ്യത്തെ കുറിച്ചാണ്. വൈശാഖ മാസം എന്ന് വിളിക്കപ്പെടുന്ന ഈ മാസത്തിന് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഭഗവാൻ നാരായണൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അവതാരങ്ങൾ നരസിംഹാവതാരം, ബലരാമാവതാരം, പരശുരാമാവതാരം ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സമയത്താണ്. ഒപ്പം തന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ മഹാഭാരത രചന ഉണ്ടായിട്ടുള്ളത്, ഗംഗാവതരണം ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ തന്നെ ഈ ഒരു സമയത്താണ്. ശങ്കര ജയന്തി വരുന്നത് ഈ സമയത്താണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷപ്പെട്ട അവസരങ്ങളാണ് വൈശാഖ മാസത്തിലുള്ളത്. വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം, ഈ വിശാഖം നക്ഷത്രം വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പൊതുവിൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു നക്ഷത്രമായിട്ട് നമ്മൾ പൂയം പറയാറുണ്ടെങ്കിലും ജ്യോതിഷ സംബന്ധമായിട്ട് ഭഗവാന്റെ നക്ഷത്രമായിട്ട് കണക്കാക്കാറുള്ളത് വിശാഖാണ്. വൈശാഖ് എന്ന് പേരുള്ളത് പോലും മുരുകനാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിലെ ഷഷ്ഠി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇന്നേ ദിവസം ഷഷ്ഠി വ്രതം എടുക്കുന്ന ആളുകൾക്ക് ഒരേ സമയം സുബ്രഹ്മണ്യസ്വാമിയുടെയും അതേസമയം ഭഗവാൻ നാരായണൻ്റെയും കൃപ ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഷഷ്ഠി വ്രതം എല്ലാ മാസവും നമ്മൾ എടുക്കാറുണ്ടെങ്കിലും വൈശാഖ മാസത്തിൽ ആ ഷഷ്ഠിക്ക് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഷഷ്ഠിക്ക് പുറകിലുള്ള രസകരമായിട്ടുള്ളൊരു കഥയാണ് ഇന്നത്തെ കഥയമ്മയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷഷ്ഠി പ്രധാനമായിട്ടും സുബ്രഹ്മണ്യസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുണ്ടാവാൻ കാരണമായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പൊതുവിൽ ഷഷ്ഠി വ്രതം എടുക്കുക അമ്മമാരാണെന്നാണ് പറയുക. മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി, മക്കൾക്ക് ഏറ്റവും നല്ല തരത്തിലുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി അമ്മമാരെടുക്കുന്ന വ്രതമാണത്രേ ഷഷ്ഠി. അങ്ങനെയല്ല, തിരിച്ച് മക്കൾക്കും ഷഷ്ഠി വ്രതം എടുക്കാം കേട്ടോ. എങ്കിലും അമ്മമാർക്ക് എടുക്കാനാണ് താല്പര്യം കൂടുതൽ. അതിന് പുറകിൽ വരുന്നൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഒരു പേര്, മുരുകൻ്റെ ഒരു പേര് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് സ്വാമിനാഥൻ എന്നുള്ള പേര്. തൻ്റെ അച്ഛന് ഓംകാരത്തിൻ്റെ അർത്ഥം ഭഗവാൻ ആ വലത്തെ തോളിൽ കയറി ഇരുന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ്. മഹാദേവന് പോലും ഭഗവാൻ ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്ന് പറയാറുണ്ട്. എന്തു തന്നെ ആയാലും ഈ ഒരു രംഗമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ഈ സുബ്രഹ്മണ്യസ്വാമി ഓംകാരത്തിൻ്റെ അർത്ഥം ചോദിച്ച അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബ്രഹ്മാവ് എന്നാണ്. കഥ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്രഹ്മാവിന് ഓംകാരത്തിൻ്റെ അർത്ഥം വേണ്ട രീതിയിൽ മുരുകന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. ഓംകാരത്തിൻ്റെ അർത്ഥം അറിയാത്ത അങ്ങ് സൃഷ്ടി നടത്തണ്ട എന്ന് പറഞ്ഞ് ആ കുട്ടി മുരുകൻ ബ്രഹ്മാവിനെ ക്രൗഞ്ച പർവ്വതങ്ങളിൽ ഒന്നിൽ തടവിലിട്ടു എന്ന് പറയാറുണ്ട്. അതിനുശേഷമാണ് തിരിച്ച് ഭഗവാൻ കൈലാസത്തിലേക്ക് വരുന്നതും അച്ഛന് ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതും. അമ്മ അത് നോക്കിക്കാണുന്ന സമയത്ത് എൻ്റെ സ്വാമിക്ക് നീ നാഥനായതുകൊണ്ട് ഭാവിയിൽ ലോകം നിന്നെ സ്വാമിനാഥൻ എന്ന് വിളിക്കട്ടെ എന്ന് ശ്രീപാർവതി മുരുകനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനുശേഷമാണ്. പക്ഷേ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ ഇപ്പം ഭഗവാൻ ഏറ്റവും അധികം അറിവിൻ്റെ മൂർത്തിയാണ് മുരുകൻ. ജ്ഞാനമൂർത്തി എന്നാണ് ഭഗവാനെ വിളിക്കുകയും ചെയ്യുക. അച്ഛന് പോലും അദ്ദേഹം വേദം പറഞ്ഞു കൊടുത്തു എന്നും പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മളവിടെ കാണാതെ പോകുന്ന ഒരു ഗുണം മഹാദേവൻ്റെ കൂടിയാണ്. നോക്കൂ, മഹാദേവൻ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു ശിഷ്യഭാവത്തിൽ, അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒരു ഓങ്കാരത്തിൻ്റെ അർത്ഥമില്ല എങ്കിൽ പോലും ആ കുട്ടി മുരുകൻ പറയുന്നത് കേട്ട് ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ശിഷ്യഭാവത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ചെന്നിരുന്നു എന്നാണ്. ആ ഉപദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുരുകനെ വേണ്ട രീതിയിൽ പ്രശംസിച്ചതിന് ശേഷം ഭഗവാൻ പറയുന്നുണ്ട്, ഉണ്ണി, എത്രയൊക്കെ ആയാലും ബ്രഹ്മാവിനെ പോലൊരാളെ ബഹുമാനിക്കാതിരുന്നത് ശരിയായില്ല, അദ്ദേഹത്തെ തടവിലിട്ടത് ശരിയായില്ല, അതിൻ്റെ കർമ്മഫലം ഉണ്ണി അനുഭവിച്ചേ തീരൂ. അതാണ് ശരിയായിട്ടുള്ള ഒരു അച്ഛൻ്റെ രീതി. കുട്ടി വിദ്യയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും പരമമായിട്ടുള്ള അറിവ് അവൻ അറിയാമെന്നുണ്ടെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത്
കുട്ടികളുടെ ധർമ്മമാണ്. ബ്രഹ്മാവിനെ ഭഗവാൻ തടവിലിട്ടു എന്നുള്ളത് മഹാദേവൻ കണക്കാക്കുന്നത് മുരുകൻ ആ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ള കർമ്മത്തിൽ നിന്ന് ചെറിയ വീഴ്ച ഭഗവാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് പ്രായശ്ചിത്തായിട്ട് ഭൂമിയിൽ പോയി തപസ് ചെയ്യാൻ ഭഗവാൻ മുരുകൻ തീരുമാനിക്കുന്നു. ബ്രഹ്മാവിനെ തടവിലിട്ട പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഭഗവാൻ പോയിട്ട് ഭൂമിയിൽ തപസ് ചെയ്യായിരുന്നു അത്ര. ആ സമയത്ത് ശ്രീപാർവതി ദേവിക്ക് അതിയായിട്ടുള്ള ദുഃഖം, എൻ്റെ കുട്ടി ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നല്ലോ. ഭഗവാൻ ഒരു സർപ്പരൂപത്തിലാത്രേ ഭൂമിയിൽ വന്ന് തപസ് ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയ്ക്കിത് കാണുമ്പോൾ വലിയ വിഷമം. അമ്മ പോയിട്ട് മഹാദേവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ എങ്കിലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ അവൻ അനുഭവിക്കുന്ന ഈ ദോഷത്തിന് കുറവ് സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ മഹാദേവൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തതാണത്രേ ഷഷ്ടിവ്രതം. എന്നുവെച്ചാൽ അമ്മ ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മക്കൾ കൂടി കിട്ടും എന്നാണ്. അങ്ങനെ മുരുകൻ ചെയ്തിട്ടുള്ള ഒരു പാപപരിഹാരാർത്ഥം ആ അമ്മ കൂടി ഷഷ്ടിവ്രതം എടുത്തു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ അമ്മ അനുഷ്ഠിച്ച ആ ഷഷ്ടിവ്രതം നമുക്കും ആചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭഗവാൻ നാരായണൻ്റെയും അതിയായിട്ടുള്ള കൃപ നമുക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് വ്രതങ്ങളൊക്കെ ശീലിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ ഏകാദശിയോ തിരുവാതിരയോ ഷഷ്ടിയോ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ഒരു മാസം നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് നോൽപ്പിക്കുക. ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം വേണ്ടിവരും. അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടികൾ സ്വമേധയാ ഷഷ്ടിയൊക്കെ നോക്കുന്ന രീതി ഉണ്ടാവും എന്നുള്ളത് പല ഗ്രഹങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഷഷ്ടിവ്രതത്തിൻ്റെ മാഹാത്മ്യത്തെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ തന്നെ ഈ ഷഷ്ടിവ്രതമൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയോടും നാരായണനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര പ്രദേശത്തിലെ വിശേഷ ഉത്സവമാണ് പറപ്പൂക്കര ഷഷ്ടി. ഇന്നാണ് ഈ മഹോത്സവം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മുരിങ്ങിമല ദുർഗാദേവി ക്ഷേത്രത്തിലെ വേലയും ഇന്നാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മഹോത്സവങ്ങളുടെ അവസാന നാളുകളാണിത്. ഇനി കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഇത് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. കലിയുഗ വരദനായ ഭഗവാൻ ശ്രീ അയ്യപ്പൻ ഭക്തജനങ്ങൾക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നൽകി കുടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ്. ഹരിഹരസുതനേ ശരണം അയ്യപ്പ സ്വാമി ശരണം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചെർപ്പുളശ്ശേരിയിലാണ് പ്രസിദ്ധി കേട്ട ഈ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം വരുന്നവർക്ക് പാലക്കാട് നിന്നും ഗുരുവായൂർ റൂട്ടിൽ സഞ്ചരിച്ച് കോങ്ങാട് തിരുവാഴിയോട് വഴി ചെർപ്പുളശ്ശേരി ടൗണിലെത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. തൃപ്പടി കാക്കും തിരുസന്നിധാനം ശരണം അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. സ്കന്ദപുരാണ പ്രകാരം അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുന്നതിനായി മോഹിനി രൂപം ധരിച്ച വിഷ്ണുവിൽ ഭ്രമിച്ച ശിവന് ആ വിഷ്ണുമായയിലുണ്ടായ പുത്രനത്രേ ശാസ്താവ്. ശാസ്താവ് എന്ന ദേവതാസങ്കല്പത്തിന്റെ അവതാരമാണ് അയ്യപ്പൻ. പന്തളം രാജാവിന്റെ വളർത്തുമകനും വില്ലാളി വീരനും അസാമാന്യ ശക്തി വിശേഷങ്ങൾക്ക് ഉടമയുമായിരുന്ന ഒരു ധീര യുവാവ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു അവതാര പുരുഷനായി കരുതി. ശബരിമലയിൽ വച്ചു തന്നെ അദ്ദേഹം സമാധിസ്ഥനാവുകയും ചെയ്തു.
അങ്ങനെ അയ്യപ്പ ചൈതന്യം അവിടെയുണ്ടായിരുന്ന ശാസ്താവിന്റെ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചു. അന്നു മുതൽ ശാസ്താവിന്റെ പൂർണ്ണ അവതാരമായി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങി. കൊല്ലവർഷം 300-നോടടുത്താണ് അയ്യപ്പന്റെ ജീവിതകാലം എന്നാണ് കരുതപ്പെട്ടു വരുന്നത്. ശരണം അയ്യപ്പ സ്വാമി ശരണം ഹരിഹരസുതനേ ശരണം. ശാസ്താവിന് കുടുംബസ്ഥനായും അല്ലാതെയുമുള്ള ഭാവസങ്കല്പങ്ങളുണ്ട്. എന്നാൽ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായാണ് ആരാധിക്കപ്പെട്ടു വരുന്നത്. സ്വയംഭൂ പ്രതിഷ്ഠകൾ, ശിലയിലും ലോഹത്തിലും നിർമ്മിച്ച രൂപവിഗ്രഹങ്ങൾ എന്നിവയാണ് കേരളത്തിലെ ശാസ്താക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത്. പഴയ അയ്യപ്പൻ പാട്ടുകളിൽ സൂചിപ്പിക്കുന്ന നിരവധി അയ്യപ്പൻ കാവുകളിൽ ഒന്നത്രേ ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ആയിരത്തിലധികം വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. ഇന്ന് വള്ളുവനാടൻ പ്രദേശത്തെ കീർത്തി കേട്ട ക്ഷേത്രങ്ങളിലൊന്നായ ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമത്രേ. ശരണം നാരായണ സുത ശരണം. മുൻപ് 32ഓളം ഇല്ലങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ഈ ഗ്രാമത്തിലെ പ്രസിദ്ധി കേട്ട ഒരു മനയായിരുന്നു ചെർപ്പുളശ്ശേരി മന. അനവദ്യതാ ദുഃഖം അനുഭവിച്ചു വന്നിരുന്ന ഈ മനയിലെ നമ്പൂതിരി ഒരിക്കൽ ഇഷ്ടസന്താന ലബ്ധിക്കായി തൃശൂർ ജില്ലയിലെ പെരുവനത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവുള്ളക്കാവ് ശാസ്താക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നുവത്രേ. വർഷങ്ങൾ നീണ്ട ഭജനത്തിനു ശേഷം ഒരു ത്രിസന്ധ്യയിൽ അദ്ദേഹം സ്വവസതിയിൽ തിരിച്ചെത്തുകയുണ്ടായി. വസതിയിൽ തിരികെ എത്തിയ ദിനം രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന നമ്പൂതിരി പിറ്റേന്ന് കാലത്ത് ഉണർന്നെണീറ്റപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇല്ലത്തിന്റെ നടുമുറ്റത്ത് ശ്രീ ധർമ്മശാസ്താവിന്റെ ദിവ്യായുധമായ ചുരിക ഉയർന്നു നിൽക്കുന്നതാണ് നമ്പൂതിരിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട നമ്പൂതിരി അടുത്തു ചെന്ന് ആ ചുരികമേൽ സ്പർശിച്ചു. സ്പർശനമാത്രയിൽ ചുരിക ഭൂമിയിൽ താണുപോകുകയും തൽസ്ഥാനത്ത് സ്വയംഭൂവായി ശ്രീ ധർമ്മശാസ്താവ് അവതരിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. നിത്യപൂജയ്ക്ക് പത്മമിടുവാനായി കരുതി വച്ചിരുന്ന അല്പം അരിപ്പൊടിയും ശർക്കരയും ചേർത്ത് അടയുണ്ടാക്കി ആ ദരിദ്ര ബ്രാഹ്മണൻ ദേവന് നേദിക്കുകയുണ്ടായി. ക്ഷിപ്രപ്രസാദിയും കരുണാമയനുമായ ദേവൻ സംപ്രീതനായി ഇഷ്ടഭക്തന്റെ അഭീഷ്ടത്തെ സാധിച്ചു കൊടുത്തു. കാലാന്തരത്തിൽ ഈ ബ്രാഹ്മണാലയം ദേവാലയമായി മാറി. നടുമുറ്റം ശ്രീകോവിലും 4 കെട്ട് തിടപ്പള്ളിയുമായി മാറുകയുണ്ടായി. ചെർപ്പുളശ്ശേരി ഇല്ലം അന്യം നിന്നപ്പോൾ അവിടുത്തെ കാര്യസ്ഥനായിരുന്ന ഉമിക്കുന്നത്ത് നായരാണ് ഈ ബ്രാഹ്മണാലയത്തെ ഒരു ദേവാലയമാക്കി മാറ്റിയത് എന്നാണ് പുരാവൃത്തം. ചിത്തമാമുടുക്കും കൈലേന്തി ബ്രാഹ്മണാലയം ഒരു ദേവാലയമായി രൂപാന്തരപ്പെട്ടതോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവും ദേവചൈതന്യവും വർദ്ധിക്കുകയുണ്ടായി. അക്കാലത്ത് 36,000 പറ നെല്ല് പാട്ടം വരവുണ്ടായിരുന്ന തരത്തിൽ സമ്പന്നമായിരുന്നു ചെർപ്പുളശ്ശേരി അയ്യപ്പൻ കാവ്. കാലങ്ങൾ കടന്നു പോകവേ ചെർപ്പുളശ്ശേരി മന അന്യം നിൽക്കുകയും ക്ഷേത്രഭരണം അന്നത്തെ നാടുവാഴിയായിരുന്ന നെടുങ്ങാതിരിപ്പാട് ഏറ്റെടുക്കുകയും ചെയ്തു. വൃശ്ചികമൊന്നിന തുളസിമാലയിൽ നിൻ വിശ്രുതമാമുദ്രമാറിലേറ്റി ശരണം വിളിച്ചു നീയേ ഗതി. വള്ളുവനാടിനും പാലക്കാടിനുമിടയ്ക്കുള്ള ഒരു ചെറിയ രാജ്യമായിരുന്ന നെടുങ്ങാടിന്റെ ഭരണാധികാരിയായിരുന്നു നെടുങ്ങാതിരിപ്പാട്. ചെർപ്പുളശ്ശേരി തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈ രാജ്യത്തിന് കീഴിൽ എളമ്പുലാശ്ശേരി, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, കല്ലടിക്കോട്, വടക്കുംപുറം, മൂത്തേടത്ത് മാടമ്പ്, തൃക്കടീരി, ചളവറ, നടുവട്ടം, കാറൽമണ്ണ, കുലിക്കല്ലൂർ, ചുണ്ടമ്പറ്റ, വിളയൂർ, പുലാശ്ശേരി, മുതുതല, പെരുമുടിയൂർ, നേതിരിമംഗലം, പള്ളിപ്പുറം, വല്ലപ്പുഴ, കോതക്കുരിശി, എളേടത്ത് മാടമ്പ്, ചുനങ്ങാട്, മുളഞ്ഞൂർ, പേരൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നു.
17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി സാമൂതിരിപ്പാടിന്റെ പ്രതിനിധിയായി കരിമ്പുഴയിൽ നാടുവാണിരുന്ന ഏറാൾപ്പാട് നെടുങ്ങാതിരിയെ തോൽപ്പിച്ച് നാട് പിടിച്ചടക്കി. നെടുങ്ങാതിരിക്ക് ക്ഷേത്രത്തിലെ ചില അവകാശങ്ങൾ മാത്രം വിട്ടുകൊടുത്തു. കാലങ്ങൾ പോകവേ ക്ഷേത്രഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ 1928 മദിരാശി സർക്കാർ ക്ഷേത്രം ഏറ്റെടുത്തു. നെടുങ്ങാതിരിപ്പാടും മറ്റും പേരിനു മാത്രം ട്രസ്റ്റികളായി തുടർന്നു പോന്നു. ഭൂനിയമം വന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ ഭൂസ്വത്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായും അന്യാധനപ്പെടുകയുണ്ടായി. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചു വരുന്ന 2 പാരമ്പര്യ ട്രസ്റ്റിമാരും 3 പാരമ്പര്യേതര ട്രസ്റ്റിമാരും ഉൾപ്പെടുന്ന ട്രസ്റ്റി ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിന്റെ ഭരണം നടത്തപ്പെടുന്നത്. 18-ാം പടിയിലെ ചിത്തമാമുടുക്കും കൈലേന്തി പാടുകയല്ലോ ഞാൻ കർപ്പൂര പ്രിയനേ നിൻ പാദാരവിന്ദ. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ചെർപ്പുളശ്ശേരിയിൽ അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത്. നിത്യേന 3 പൂജകൾ വിധിപ്രകാരം നടന്നുവരുന്നു. അഴകത്തു മനയ്ക്കാണ് അയ്യപ്പൻകാവിലെ തന്ത്രാധികാരം. 101 നാഴി അടയാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ ഏറ്റവും പ്രധാന വഴിപാട്. 101 നാഴി അട കൂടാതെ മുട്ടറുക്കൽ, ശംഖാഭിഷേകം, നെയ്യഭിഷേകം, മഹാപായസം, കൂട്ടുപായസം, പഞ്ചസാര പായസം എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടുന്നു. ഞങ്ങൾ വരുന്നു മുക്തിമാർഗം തേടിയല്ലോ. കാര്യസാധ്യത്തിനായാണ് ഈ ക്ഷേത്രത്തിൽ 101 നാഴി അടവഴിപാടും ചതുശതവും നടത്തിവരുന്നത്. വീടു വിട്ടു പടിയിറങ്ങി ഞങ്ങൾ വരുന്നു മുക്തിമാർഗം. മംഗല്യഭാഗ്യത്തിനായി 30 ശനിയാഴ്ചകളിൽ മംഗല്യസൂക്ത പുഷ്പാഞ്ജലി നടത്തപ്പെടുന്നു. തുണയേകണേ ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര. ശനിദോഷ പരിഹാരത്തിനായി ശാസ്താവിന് എള്ളുതിരി കത്തിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടിൽ ഉൾപ്പെടുന്നു. ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാം തുണയേകണേ. ഇഷ്ടസന്താന ലബ്ധിക്കായി നടത്തപ്പെടുന്ന തീയാട്ട് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ പ്രധാനമായ ഒരു വഴിപാടാണ്. മുഖ്യദേവനായ അയ്യപ്പസ്വാമിയെ കൂടാതെ നവഗ്രഹങ്ങൾ, ഗണപതി, ശിവൻ, രക്ഷസ്, നാഗരാജാവ് എന്നിവർ ഉപദേവന്മാരായും ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ കുടികൊള്ളുന്നു. ആയില്യം നാളിൽ സർപ്പപൂജയും രക്ഷസിന്റെ ഉപദ്രവ ശമനത്തിന് 30 വ്യാഴാഴ്ചകളിൽ രക്ഷസിന് പാൽപായസ നേദ്യവും നടത്തിവരുന്നു. പാട്ടുപാടി ഞങ്ങൾ വരുന്നു മോക്ഷമാർഗം തേടിയല്ലോ ഞങ്ങൾ വരുന്നു. കുംഭമാസത്തിലെ ഉത്രം നാൾ കൊടിയേറി 10 ദിവസത്തെ ഉത്സവമാണ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഉത്സവമാണ് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ വർഷം തോറും നടന്നുവരുന്ന തിരുവുത്സവം. കുമ്പിടുവാൻ തുണയേകണേ ആദിപൂജ നൽകിടുന്നു വിഘ്നേശ്വര. 8ാം വിളക്കാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ഒരു പ്രധാന ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന 8ാം വിളക്ക് നാൾ രാവിലെ ഉത്സവബലിയും ഉച്ചയ്ക്ക് ശേഷം അഞ്ചാനയുമായുള്ള കാഴ്ചശീവേലിയും നടക്കുന്നു. തിരുവുത്സവത്തിന്റെ 9ാം നാൾ പള്ളിവേട്ടയും 10ാം നാൾ ആറാട്ടും അതിവിപുലമായി ആഘോഷിച്ചു. ചുനാടികേരം ശനിയടിച്ചിറങ്ങുന്നു വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര. വിഘ്നങ്ങൾ തീർക്കണേ ഗണേശ്വര. പമ്പാ ഗണപതിയെ തുണയേകണേ അയ്യപ്പ സ്വാമിയെ കാണാം തുണയേകണേ. പ്രാചീന ശാസ്ത്ര ഗ്രന്ഥങ്ങളും പുരാണങ്ങളും പഠിച്ച് അറിവ് നേടിയാൽ നമുക്ക് നമ്മെയും സമൂഹത്തെയും മാറ്റിയെടുക്കാം. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.